ബ്രഹ്മോസ് എയ്റോസ്പേസ് എത്രയും പെട്ടെന്ന് സബ്മറൈൻ ലോഞ്ച് ബ്രഹ്മോസ് എൻജി ഈ ഒരു വേരിയന്റ് പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പടരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മോസ് എൻജി എങ്ങനെ ഇന്ത്യയുടെ സബ്മറൈൻസിനെ അടുത്ത ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടുപോകും? ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ബ്രഹ്മോസ് മിസൈലിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ആയുധത്തിൽ ഇതൊന്നാണ്. ലാൻഡ് വേരിയന്റ്, സർഫസ് വേരിയന്റ്, അണ്ടർ ദ സർഫസ് വേരിയന്റ്, എയർ വേരിയന്റ്, ഇങ്ങനെ നിരവധി പ്ലാറ്റ്ഫോംസിൽ നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഖോയ് യുദ്ധവിമാനങ്ങളിൽ തുടങ്ങി റഷ്യൻ സബ്മറൈൻസ് വരെയും ഇവയിൽ നിന്നെല്ലാം നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു അന്തർവാഹിനിയിൽ നിന്നും ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ 2 വഴിയുണ്ട്. ഒന്നാമത്തേത് യുദ്ധക്കപ്പലുകളിലുള്ളതുപോലെ വെർട്ടിക്കൽ ലോഞ്ചിങ് ഡിവൈസ്, അതല്ലെങ്കിൽ അന്തർവാഹിനികൾ ടോർപിഡോസിനെ ഏത് വഴിയാണോ ലോഞ്ച് ചെയ്യുന്നത് അതേ ടോർപിഡോ ബേ വഴി ബ്രഹ്മോസ് മിസൈലിനെ ലോഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യയിൽ ഇതിന് മുൻപ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ്, സത്യത്തിൽ ഇതൊരു പ്രത്യേക വിഭാഗമാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് തുടർന്നറിയാം. ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിലുള്ള ടോർപ് 533mm ടോർപിഡോ ട്യൂബ്സ് വഴി നമ്മുടെ ബ്രഹ്മോസ് മിസൈൽസിനെ ലോഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ഡീസൽ ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രിഡേറ്റർ എന്ന് പറയാം. അതെങ്ങനെ ശരിയാകും? ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ അല്ലേ മികച്ചൊരു പ്രിഡേറ്റർ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഡീസൽ ഇലക്ട്രിക് ആവുക എന്ന് ചോദിച്ചാൽ ഇതിലൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഉണ്ട്. സാധാരണയായി അന്തർവാഹിനികളെ സംബന്ധിച്ചിടത്തോളം ആ അന്തർവാഹിനി എത്രത്തോളം ശാന്തമാണോ അത്രത്തോളം അത് ഡെഡ്ലി ആയിരിക്കും. ഒരു അന്തർവാഹിനി വെള്ളത്തിനടിയിൽ നിശബ്ദമായിരിക്കുന്നതിന് അടിസ്ഥാനമായി എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റംസ് റിഫൈൻഡ് ആയിരിക്കണം. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഒരു ജാപ്പനീസ് കാർ ഹോണ്ട അല്ലെങ്കിൽ ടൊയോട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ ആ എഞ്ചിൻസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. എന്നാൽ അതേ കാര്യം നിങ്ങൾ മറ്റു കാറുകളിൽ, ഇപ്പോൾ ഡീസൽ കാറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എഞ്ചിനിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അതുപോലെയാണ് അന്തർവാഹിനികളിലും. അതിലുള്ള ഓരോ എക്യുപ്മെന്റ് ഉപകരണങ്ങളും ഗുണനിലവാരം ഉള്ളതുപോലെ നിർമ്മിച്ചാൽ മാത്രമേ വെള്ളത്തിനടിയിൽ അത് ആവശ്യമില്ലാത്ത വൈബ്രേഷൻസ് ഉണ്ടാക്കാതിരിക്കുകയുള്ളൂ. മറ്റൊന്നുമല്ല, ഈ അന്തർവാഹിനികളിൽ ചെറിയൊരു ജിം ഉണ്ടാകും. ആ ജിമ്മിൽ ഭാരം തൂക്കി താഴെ ഇട്ടാൽ പോലും ആ സബ്മറൈൻ്റെ സ്ഥാനം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ശത്രുക്കളെ കൊണ്ട്. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മമായി അന്തർവാഹിനികളിലെ യന്ത്രങ്ങളെല്ലാം വൈബ്രേഷൻ രഹിതമായിരിക്കണം. വെളിച്ചം പുറത്തു വരാത്ത രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 2 തരം അന്തർവാഹിനികളുണ്ട്. ഒന്ന് ഡീസൽ ഇലക്ട്രിക്, മറ്റൊന്ന് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ. ഈ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈനിൽ ഈ അന്തർവാഹിനിക്കുള്ളിൽ തന്നെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. ഈ ന്യൂക്ലിയർ റിയാക്ടർ ജലത്തെ നീരാവിയാക്കും. അതുവഴി വൈദ്യുതി എടുക്കുകയും ആ ഒരു അന്തർവാഹിനി ഓപ്പറേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അത്രയേറെ യന്ത്രങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൽ എഞ്ചിൻ ഉണ്ടാകും. ഈ ഡീസൽ എഞ്ചിൻ വെള്ളത്തിന് മുകളിലുള്ളപ്പോൾ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെള്ളത്തിനടിയിൽ പോവുകയാണെങ്കിൽ ബാറ്ററിയിലൂടെ മാത്രമേ ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറൈനിലേക്ക് വൈദ്യുതി പോവുകയും അത് ഓപ്പറേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടർ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന പ്രശ്നം, ശബ്ദം, വൈബ്രേഷൻ, ഇതൊക്കെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈനേക്കാളും പല മടങ്ങ് കുറവായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് വൈസ് നിങ്ങൾ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈനിൽ ചില ഡിസൈൻ ഫീച്ചേഴ്സ് നൽകി, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പണൻസ്, മെഷീനറീസ്, ഇവയെല്ലാം എത്രത്തോളം വൈബ്രേഷൻ ഒബ്സർവ് ചെയ്യും ആ ഒരു രീതിയിലൊക്കെ സൃഷ്ടിക്കുന്നു, അതിലും പല മടങ്ങ് കൂടുതലായി സൈലൻ്റായി നിങ്ങൾക്ക് ഇലക്ട്രിക് സബ്മറൈൻസ് നിർമ്മിക്കാൻ സാധിക്കും. ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. എന്തിന്? നാറ്റോയുടെ ഒരു പരിശീലനത്തിൽ ഫ്രഞ്ച് രാജ്യത്തിൻ്റെ, ജർമ്മൻ രാജ്യത്തിൻ്റെയും ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് വളരെ എളുപ്പത്തിൽ തന്നെ അമേരിക്കയുടെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിനെ വേട്ടയാടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിനെ വേട്ടയാടാൻ കഴിയും. കൂടാതെ വലിയ വലിയ വാർഷിപ്പ്, ഇവയെല്ലാം എത്ര പവർഫുള്ളായി സോണിലാണെങ്കിൽ കൂടിയും ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആർ സൈലന്റ് കില്ലേഴ്സ്. എന്നാൽ ഇതിലും ഒരു പ്രശ്നമുണ്ട്, അതാണ് എൻഡ്യൂറൻസ്. ഒരു അന്തർവാഹിനിയിൽ ന്യൂക്ലിയർ പവേർഡ് നമ്മൾ നിർമ്മിക്കണമെങ്കിൽ ആ അന്തർവാഹിനിക്ക് ആവശ്യമായ എനർജി, വെള്ളത്തിനടിയിലും അതിനെ കൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് ഒരു തവണ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് വീണ്ടും മുകളിലേക്ക് വരണം എന്നാവശ്യമേ ഇല്ല. അതിനുള്ളിലുള്ള ഭക്ഷണ വസ്തുക്കളൊക്കെ അവസാനിക്കുന്നത് വരെയും. ഇപ്പോൾ അതേ കാര്യം നിങ്ങൾ ഡീസൽ ഇലക്ട്രിക്കിൻ്റെ ഭാഗം നോക്കിയാൽ ഇത് വെള്ളത്തിന് മുകളിലുള്ളപ്പോൾ അതിന് ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കുകയും ബാറ്ററി ചാർജ് ആകും. ബാറ്ററി പവർ യൂസ് ചെയ്താണ് വെള്ളത്തിനടിയിലേക്ക് പോവുക. അപ്പോൾ ഒരു പ്രത്യേക സമയത്തിന് ശേഷം ബാറ്ററി പവർ കുറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മുകളിലേക്ക് വന്നേ മതിയാവുകയുള്ളൂ.
വീണ്ടും ഡീസൽ എഞ്ചിന് പ്രവർത്തിപ്പിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ. അങ്ങനെ ഈ അന്തർവാഹിനികൾ വെള്ളത്തിന് മുകളിൽ വരികയാണെങ്കിൽ ഇതൊരു സിറ്റിംഗ് ഡക്സ് ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇവയെ ശത്രുക്കൾക്ക് വേട്ടയാടാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിലുള്ള ഒരു പ്രശ്നം. ഇത് ഇത്രത്തോളം സൈലന്റ് ആണെങ്കിൽ കൂടിയും ലോകരാജ്യങ്ങൾ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിന്റെ ഭാഗത്തിലേക്ക് പോകുന്നതിന്റെ കാരണം ഇതാണ്. വളരെ ലളിതമാണ്. ഇതേ കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെയാണ് പ്രോജക്റ്റ് 15I വരുന്നത്, ഒരു പ്രസിദ്ധമാകുന്നത്. ഈ പ്രോജക്റ്റ് 15Iയുടെ ഒരു ആശയം എന്നത് ഇപ്പോഴുള്ള ഈ ബാറ്ററി സാങ്കേതിക വിദ്യ വ്യത്യസ്തമാണ്. ഇത് തന്നെ 20-30 വർഷത്തിന് മുൻപുള്ള ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാറ്ററി സാങ്കേതിക വിദ്യ മറ്റൊന്നാണ്. ഇപ്പോൾ പല മടങ്ങ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനികമായ ബാറ്ററീസ് നമ്മുടെ പക്കലുണ്ട്. കൂടാതെ AIP, എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ഈ ഒരു സംവിധാനവും നമ്മുടെ പക്കലുണ്ട്. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിന്റെ എൻഡ്യൂറൻസ് വർദ്ധിപ്പിക്കും. എൻഡ്യൂറൻസ് നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ നമ്മുടെ പക്കൽ ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല. നമുക്ക് ആവശ്യമായ യുദ്ധ പരിശീലനം, കൂടാതെ നമ്മൾ തീരപ്രദേശത്ത് നിന്നും തൊട്ടടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാരണത്താലും ഡീസൽ ഇലക്ട്രിക് വിത്ത് AIP പ്രൊപ്പൽഷൻ ടെക്നോളജി ഒരു നല്ല ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ പോലെ തന്നെ പ്രവർത്തിക്കും. ഇതാണ് AIPയിലുള്ള ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം. ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് തന്നെയാണ്. അത് ഏത് രീതിയിലും ഡീസൽ ഇലക്ട്രിക് അല്ലെങ്കിൽ AIPയെ കൊണ്ട് മാച്ച് ചെയ്യാനേ സാധിക്കില്ല. ബ്ലൂ വാട്ടേഴ്സിൽ നമ്മൾ ഏത് കടലിൽ വേണമെങ്കിലും അയച്ച് ആര് വേണമെങ്കിലും ആക്രമിക്കണമെങ്കിൽ അത് നമ്മുടെ പക്കൽ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് ഉണ്ടാകണം. എന്നാൽ ഡീസൽ ഇലക്ട്രിക്സിനെ കൃത്യമായി നമ്മുടെ തീരദേശ പ്രദേശങ്ങൾക്ക് അടുത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് അടുത്ത് കൊണ്ടുപോയി നമ്മെക്കൊണ്ട് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, നമ്മുടെ പക്കൽ കഴിവുള്ള ക്യാപ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഡീസൽ ഇലക്ട്രിക്കും ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിനെ പോലെ തന്നെയാണ്. ന്യൂക്ലിയർ അറ്റാക്ക് എത്രത്തോളം മാരകമാണോ അതുപോലെ ഡീസൽ ഇലക്ട്രിക്കും അത്രത്തോളം മാരകമായി മാറും. ഇതാണ് കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഈ ഡീസൽ ഇലക്ട്രിക് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സബ്മറൈൻസ്, ഈ ഒരു പ്രോജക്റ്റ് ഏതാണെന്ന് നോക്കിയാൽ P75I ആണ്. ഇതനുസരിച്ച് നമ്മൾ ആഭ്യന്തരമായി തന്നെ ഫ്രഞ്ച് സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ ജർമ്മൻ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് നിർമ്മിക്കും. ഇപ്പോൾ ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ സൃഷ്ടിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ സബ്മറൈനുള്ളിലെ ആയുധവും. അതാണ് ബ്രഹ്മോസ്. നമുക്കിവിടെ ടോർപിഡോസ് ഇൻഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൊമഹോക്ക് ക്രൂയിസ് മിസൈൽസും ഇൻഡക്ട് ചെയ്യാൻ സാധിക്കും. അത് പക്ഷെ അമേരിക്ക തരണം. ഇങ്ങനെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഫ്രഞ്ചുകാരുടെ പക്കൽ നിന്ന് പോലും ഒരു ക്രൂയിസ് മിസൈൽ വാങ്ങി ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന അന്തർവാഹിനിയിൽ അത് ഇൻഡക്ട് ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മളത് ചെയ്യണമെന്ന് ആവശ്യമില്ല. കാരണം നമ്മുടെ പക്കൽ ഇൻഡിജിനസ് ആയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതാണ് ബ്രഹ്മോസ്. കൂടാതെ ഈ ബ്രഹ്മോസിന്റെ ക്യാരക്ടർ ഇപ്പോൾ നിലവിൽ ഏതൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ കൊണ്ട് മാച്ച് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ പാകിസ്ഥാനെതിരെ നമ്മളിത് പ്രയോഗിച്ചപ്പോൾ അതിന്റെ കഴിവ് ലോകത്തിന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിനെ നമ്മുടെ അന്തർവാഹിനികളിൽ ഇൻഡക്ട് ചെയ്യാം. പ്രധാനമായി പ്രോജക്റ്റ് 75Iയിൽ ഇൻഡക്ട് ചെയ്യുന്നതാണ് തികച്ചും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അനുസരിച്ച് DRDO ചെയ്യാൻ പോകുന്നത് ബ്രഹ്മോസ് NG, ഒരു അപ്ഡേറ്റഡ് വേരിയന്റ്. ഈ അപ്ഡേറ്റഡ് വേരിയന്റിൽ ഇൻഡിജിനസ് കണ്ടന്റ് പെർസെൻറ്റേജ് അധികമാക്കും. കൂടാതെ ഇതിന്റെ റേഞ്ച് 600, 700, 800 അല്ലെങ്കിൽ 900 കിലോമീറ്റർ വരെയും എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കും. കൂടാതെ ഇതിന്റെ ഭാരവും കുറയ്ക്കാൻ പോവുകയാണ്, 1.5 ടൺ. ഇതെല്ലാം ചെയ്ത് നമ്മൾ ഈ ഒരു മിസൈലിനെ അന്തർവാഹിനിയിൽ നിന്നും പരീക്ഷിച്ചു നോക്കി. അതും 533mm ടോർപിഡോ ട്യൂബിൽ നിന്നും പരീക്ഷിച്ചു നോക്കണം. ഇനി ടോർപിഡോ ട്യൂബിൽ നിന്നും ബ്രഹ്മോസിനെ ലോഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നാൽ, ബ്രഹ്മോസ് എഞ്ചിൻ ലോഞ്ച് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വെർട്ടിക്കലായി നമ്മൾ ബ്രഹ്മോസ് ലോഞ്ച് ചെയ്യുന്നതിന് പ്രത്യേകം ഒരു അന്തർവാഹിനി സ്ട്രക്ചർ നിർമ്മിക്കണം. എന്നാൽ അതിലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ടോർപിഡോ ട്യൂബിനുള്ളിൽ വെച്ച് തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേരിയന്റ് ബ്രഹ്മോസിനെ ലോഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ബ്രഹ്മോസ് NG വേരിയന്റിലാണ് ഇപ്പോൾ DRDO പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞത് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പക്കൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷനിലുള്ള ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ഉണ്ടാകും. വളരെ എളുപ്പത്തിൽ ചൈനയുടെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിനെയോ അല്ലെങ്കിൽ ചൈന നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെയോ നമ്മുടെ IORൽ വെച്ച് തന്നെ നമുക്ക് വേട്ടയാടാനും സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൊണ്ടാണ് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിനും ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിനുമുള്ള വ്യത്യാസം ആദ്യമേ പറഞ്ഞത്. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, ആൻഡമാൻ നിക്കോബാറിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, മലാക്കൻ സ്ട്രൈക്ക്, ഈ ഇങ്ങനെ സ്ട്രാറ്റജിക്കലി ഉള്ള ജിയോ ലൊക്കേഷൻസ് നമ്മുടെ ഭാഗത്ത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിൽ നമ്മൾ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിനെ ഉപയോഗിച്ചാൽ, എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷനോട് കൂടി ബ്രഹ്മോസുമായി നമ്മൾ ഉപയോഗിച്ചാൽ ഏതൊരു ചൈന നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. കാരണം ചൈന നാവികസേന അവരുടെ സൗത്ത് ചൈന സീയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ പ്രദേശത്തേക്ക് വന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതേ കാര്യം ഈ ഡീസൽ ഇലക്ട്രിക് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സബ്മറൈനെ അതിൽ ബ്രഹ്മോസ് ഉണ്ടെങ്കിൽ പോലും നമ്മെ കൊണ്ട്
തെക്ക് ചൈന കടൽ അതിനെ എടുത്തുകൊണ്ടുപോയി ചൈനക്കാരുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ ഒരു ടെക്നോളജിക്ക് പുറകിലുള്ള കോൺസെപ്റ്റ്. വെറും ഇന്ത്യയുടെ ഈ IOR ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുക. വെറുതെ ഈ ഒരു ടെക്നോളജി വെച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് ഒന്നും വേണ്ട എന്ന് പറയാനും സാധിക്കില്ല. ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസും നമുക്ക് ആവശ്യമാണ്, ഇതും നമുക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് ഇപ്പോഴത്തേക്കുള്ള ഒരു സൊല്യൂഷനാണ്. ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് വരുന്നത് വരെയും ഇത് നമുക്കൊരു സൊല്യൂഷനാണെന്ന് മാത്രമേ പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയുക. ഈ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.